ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഈ അടുത്ത കാലത്ത് ഒരു ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൊച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി, ആകെ ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. എൻ്റെ ഡോഗിന് ബ്ലഡ് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. അവനിങ്ങനെ യൂറിൻ പോകുമ്പോഴത്തേക്ക് ബ്ലഡ് പോകുന്നുണ്ട്. ശരിക്കും അത് ബ്ലഡ് ക്യാൻസർ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു ഷിറ്റ്സ് ഉണ്ട് എന്നേ ഉള്ളൂ. ആ എക്സ്പീരിയൻസിലാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. സോ ബ്ലഡ് ക്യാൻസർ ആണോ അല്ലയോ എന്നൊന്നും പറയാൻ എനിക്കറിയത്തില്ല. പക്ഷേ യൂറിനിൽ ബ്ലഡ് പോകുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഹീറ്റ് കൂടുമ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. ആ കുട്ടി ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ആ ഡോഗിന് ശരിയായി, ഇപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. സോ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തതെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറയാം. എൻ്റെ മുത്തുമണിക്ക് ഈ സെയിം പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡോഗിന് ഈ പ്രശ്നം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ബോഡി ഹീറ്റ് കൂടുമ്പോഴാണ് പൊതുവേ മുത്തുമണിക്ക് ഇങ്ങനെ വരുന്നത്. ഇപ്പം നല്ല രീതിക്ക് വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട് വന്നിട്ട് നമ്മൾ അവനെ ക്ലീൻ ചെയ്ത് വിടും. അവൻ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന ദിവസങ്ങളിലൊക്കെ അവനിങ്ങനെ വരാറുണ്ട്. അപ്പം ഷിറ്റ്സു എന്ന് പറയുന്ന ബ്രീഡിനെന്ന് പറഞ്ഞാൽ കൊച്ചു സ്നൗട്ടാണ്. അവരുടെ മൂക്ക് ശ്രദ്ധിച്ചാലോ ഇങ്ങനെ അടിച്ചതുപോലത്തെ സ്നൗട്ടാണ്. അങ്ങനെയുള്ള ഡോഗ്സിന് ഹീറ്റ് റെഗുലേഷൻ കുറച്ച് പാടാണ്. അവരുടെ ബോഡിയിലുള്ള ഹീറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന, കണ്ടിട്ടില്ലേ, ഡോഗ്സ് ഇങ്ങനെ നാക്ക് പുറത്തേക്ക് ഇട്ടിട്ടാണ് ഹീറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്, പാൻറ്റ് ചെയ്തിട്ട്. സോ കുഞ്ഞായിട്ടുള്ള സ്നൗട്ടുള്ള ഡോഗിലൊക്കെ ഹീറ്റ് റെഗുലേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ അവരുടെ ബോഡി ഹീറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ അവരെ സഹായിക്കണം. അതിന് ഈ സമ്മർ ടൈമിലൊക്കെ നമുക്ക് ഐസ് ഇട്ടിട്ടൊക്കെ വെള്ളം കൊടുക്കാം. അതുപോലെ തന്നെ വാക്കിങ്ങിന് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമുക്ക് ആ ടൈം നോക്കിയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ഒരു 5 മണിക്ക് ശേഷം കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഹീറ്റ് സ്ട്രോക്ക് പോലത്തെ പ്രശ്നങ്ങളൊന്നും അത്രയ്ക്ക് വരില്ല. പിന്നെ നിങ്ങളുടെ ഡോഗിനെ തന്നെ ശ്രദ്ധിക്കുക. കൊണ്ടുപോകുന്ന സമയത്ത് അവൻ ഓക്കെ ആണോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ കിതയ്ക്കുന്നുണ്ടോ നോക്കുക. ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരിക. പറ്റുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ കയ്യിലെടുത്തിട്ട് വരിക, അവരെ പിന്നെയും നടത്തിച്ച് ബുദ്ധിമുട്ടിക്കാണ്ട്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് അപ്പം തന്നെ വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുക. ഐസ് ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. വെള്ളം ഒട്ടും കുടിക്കുന്നില്ല എന്നാണെങ്കിൽ സിറിഞ്ച് യൂസ് ചെയ്തിട്ട് കൊടുക്കുക. ഞങ്ങൾ അങ്ങനെയാണ് കൊടുത്തിരുന്നത് കുഞ്ഞിലെയൊക്കെ. വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പം സിറിഞ്ച് യൂസ് ചെയ്തിട്ട് കൊടുക്കും. എന്ന് പറഞ്ഞിട്ട് നീഡിൽ വെച്ചിട്ട് കൊടുക്കാൻ പാടില്ല. നീഡിൽ മാറ്റണം, അല്ലെങ്കിൽ അറിയാണ്ട് എവിടെയെങ്കിലുമൊക്കെ കൊള്ളും. നീഡിൽ മാറ്റിയിട്ട് സിറിഞ്ച് യൂസ് ചെയ്തിട്ട് വെള്ളം കൊടുക്കാം. പിന്നുള്ളൊരു കാര്യം, നമുക്ക് ഈ സമ്മറിലൊക്കെ വാട്ടർ മെലോണൊക്കെ കിട്ടില്ലേ, അങ്ങനെ വെള്ളം ഒരുപാട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, ഫുഡ് ഐറ്റംസൊക്കെ തന്നെ കൊടുക്കുക. തൈര് ചേർത്തിട്ട് ചോറ് കൊടുക്കാം. ഇതൊക്കെ തന്നെ അവരുടെ ബോഡി ഹീറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. നടക്കാൻ കൊണ്ടുപോയിട്ട് വരുമ്പോഴും അതുപോലെ ഭയങ്കരമായിട്ട് കളിച്ചിട്ടൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്തും അവർ ടയേർഡല്ലേ, എപ്പോഴേലും പോയി വെള്ളം കുടിച്ചോളും, അങ്ങനെ വിചാരിക്കാനേ പാടില്ല. ഉറപ്പായിട്ട് നമ്മൾ അവർ വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. നിർബന്ധിച്ചെങ്കിലും വെള്ളം കൊടുക്കണം. ഈ വെള്ളം കുടിക്കാത്ത സമയത്ത് മുത്തുമണിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. കുറേ തവണയൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓരോ തവണ ആദ്യമൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്താണോ എന്തോ പ്രശ്നം എന്നറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. കുറേ നമ്മൾ ശ്രദ്ധിക്കാണ്ടാകുമ്പോഴത്തേക്ക് ചെറിയ രീതിക്ക് പസ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ. പിന്നെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങി. എന്നൊക്കെ വാക്കിങ്ങിന് കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇവൻ വെള്ളം കുടിച്ചോളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്നോ, അന്നൊക്കെയാണ് ഇങ്ങനെ ബ്ലഡ് വരുന്നത്. ഇപ്പോഴും വല്ലപ്പോഴും ഒരിക്കൽ വരും. നമുക്ക് ആ യൂറിൻ്റെ കളറിലെ ചേഞ്ച് കാണുമ്പോഴത്തേക്ക് അറിയാം. ചെറിയൊരു ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ മാറും യെല്ലോയിൽ നിന്ന്. അപ്പം തന്നെ നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട് നോക്കും. മാക്സിമം ഈ സിറിഞ്ചൊക്കെ വെച്ചിട്ട് അവനെ കൊണ്ട്, അവൻ കുടിച്ചില്ലെങ്കിലും നിർബന്ധിച്ചൊക്കെ കൊടുക്കും. അപ്പോഴത്തേക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാണ്ടത് അവിടെ നിൽക്കും. സോ ഇത് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.